ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. ഞാൻ നസിയ നവാസ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ബ്രെഡ് ക്രംസ് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ബ്രെഡ് ക്രംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പ്ലെയിൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിന് ഇത്ര അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുത്താൽ മതി. ഇപ്പോൾ ഡേറ്റ് കഴിയാറായ ബ്രെഡ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തു വെച്ചാൽ അത് നമുക്ക് കേടാവാതെ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റും. ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇവിടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളൊന്നും നന്നായിട്ട് ടോസ്റ്റായി വരില്ല, വെളിയിൽ മാത്രം ഇങ്ങനെ ക്രഞ്ചി ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്, ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്താലാണ് ഇത് നന്നായിട്ട് അങ്ങ് ടോസ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ബ്രെഡ് ഇവിടെ നന്നായിട്ട് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, അതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് കൂടെ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ബ്രെഡ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞ് കിട്ടില്ല. ഇപ്പോൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ യൂസ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി വറുത്തെടുക്കണം. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ടല്ലോ, ഇത് ഞാനൊന്ന് വറുത്തെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. നമുക്കപ്പോൾ ഇത് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്കിതിൻ്റെ പകുതി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. മുഴുവനായിട്ടിട്ടാൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വറുത്ത് കിട്ടില്ല. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ തേങ്ങയൊക്കെ വറുക്കുന്ന ആ രീതിയിൽ വേണം വറുക്കാൻ. നന്നായിട്ട് വറുത്ത് കിട്ടുന്നത് വരെ കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് ഉണങ്ങി നന്നായി ക്രിസ്പിയായി വന്നാൽ മതി. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ അങ്ങ് നന്നായിട്ട് ക്രിസ്പിയായി വന്നോളും. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് അധികം ദിവസം തന്നെ കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.